കുന്നത്തുനാട് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ LDF എറണാകുളത്ത് പിടിച്ചെടുത്ത മണ്ഡലങ്ങളിലൊന്നാണ്. VP സജീന്ദ്രനിൽ നിന്ന് 2020 ഫാക്ടർ ആയിരുന്നു അവിടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ VP സജീന്ദ്രനെ അവിടെ പരാജയപ്പെടുത്തിയത് 2020 സമാഹരിച്ച വോട്ടുകളാണ്. ശ്രീനിജൻ അവിടെ ജയിച്ചതും അങ്ങനെ CPM-ന് കുന്നത്തുനാട്ടിൽ ഒരു MLA ഉണ്ടായി. ഇത്തവണ അവിടെ എന്ത് സംഭവിക്കും? കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികൾ തന്നെ വീണ്ടും മത്സരിക്കുന്നു. LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ, UDF-ന്റെ സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ, NDA-ക്ക് വേണ്ടി ബാബു ദിവാകരൻ അവിടേക്ക് വന്ന് മത്സരിക്കുകയാണ് 2020 സ്ഥാനാർത്ഥിയായി. ഇത്തവണ എന്ത് സംഭവിക്കും കുന്നത്തുനാട്ടിൽ എന്നുള്ളത് ഒരു കൗതുകകരമായ രാഷ്ട്രീയ ചോദ്യമാണ്. കുന്നത്തുനാട്ടിൽ ആര്? UDF മണ്ഡലം തിരിച്ചുപിടിക്കുന്നു 5 പോയിന്റിന്റെ വ്യത്യാസത്തിൽ. സർപ്രൈസിംഗ് ആണോ? അവിടെ ഇതൊരു വലിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു UDF മണ്ഡലമാണ്. 2020 വോട്ട് കുറയുന്നതനുസരിച്ച് വോട്ട് കുറയും തോറും UDF-ന്റെ സാധ്യതകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഏറ്റവും കൗതുകകരം ബാബു ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ 2020 27% വോട്ടുണ്ടായിരുന്നു, ഇത്തവണ 23 കുറയാണ്. എനിക്കത് മറ്റൊരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ അത് 2020-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആസ്ഥാനം എന്ന് പറയുന്ന അല്ലെ അവരുടെ പാർട്ടി ഉത്ഭവിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്നത്തുനാട്. അവിടെ ഏറ്റവും ലാസ്റ്റ് ലാപ്പിലാണ് ഒരു സ്ഥാനാർത്ഥി അവർക്ക് കിട്ടുന്നത്. 2026 ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്ന് 2020-ക്കും സാബു ജേക്കബിനും അറിയാമെങ്കിൽ പോലും ഒരു ഫിറ്റായ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി കണ്ട് അവിടെ നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അടൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ പ്രതിഷേധം കാണിച്ച ബാബു ദിവാകരനാണ് ഏറ്റവും അവസാനം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പം 2020 ആ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു കേട്ടോ. കാരണം ഈ BJP-യുടെ വോട്ടും 2020-യുടെ വോട്ടും കൂട്ടിയാൽ 30% കൂടുതൽ വോട്ട് വരേണ്ട മണ്ഡലമാണിത്. സാധ്യമല്ല. സ്വാഭാവികമായിട്ടും 2020-യുടെ വോട്ട് 2020-യുടെ NDA മുന്നണിയിൽ 2020-യുടെ വോട്ട് വ്യത്യസ്തമാണ്. ഇപ്പം അവിടെ ഒരുപാട് പഞ്ചായത്തുകളിൽ മുസ്ലിം കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഫലത്തെ നിർണ്ണയിച്ചത് 2020 പ്രത്യേകമായി മത്സരിക്കുന്നു, NDA സ്ഥാനാർത്ഥി പ്രത്യേകമായി മത്സരിക്കുന്നു. ഇത് രണ്ട് രീതിയിൽ പോകും. ഇത് രണ്ടും കൂടെ എന്തായാലും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, ഒരുമിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സാധ്യതകൾ ഈ ഒരു ഫാക്ടർ VP സജീന്ദ്രന് വീണ്ടും അവസരം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. എറണാകുളത്ത് പല മണ്ഡലങ്ങൾ ഇപ്പം വൈപ്പിനിൽ മത്സരമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ കുന്നത്തുനാട് കുറെ കൂടി UDF-ന് കാര്യങ്ങൾ എളുപ്പമാവില്ലേ? അതെ, കുന്നത്തുനാട് ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കുന്നത്തുനാട് UDF LDF-ൽ നിന്ന് തിരിച്ചു പിടിക്കുന്നുവെന്നാണ് കോറിന്റെ അഭിപ്രായ സർവേ പറയുന്നത്. വലിയ അത്ഭുതങ്ങൾക്ക് അതിൽ ഇടമില്ല.